12-ാം ഭാഗത്തിൽ നമ്മൾ കണ്ടു, അതായത് നന്ദിനിയുടെ ഡെഡ് ബോഡി മോർച്ചറിയിൽ കൊണ്ടുപോയി വെക്കുന്നു. അവിടെയുള്ളൊരു സ്റ്റാഫ് പേടിച്ചാണ് അവന്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നത്. ഏജന്റ് വളരെ സ്നേഹത്തിൽ ഗീതയോട് സംസാരിച്ചിട്ടും അവൾ അയാൾക്ക് വഴങ്ങുന്നില്ല. അതിനാൽ ഏജന്റ് തന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നു. തന്റെ കയ്യിലുള്ള വിഷമുള്ള പാമ്പിനെ കാണിച്ച് ഗീതയെ അയാൾ പേടിപ്പിക്കുന്നു. അവളുടെ പേടി കണ്ട് അട്ടഹസിച്ചു നിൽക്കുന്ന ഏജന്റ് അവൾ തനിക്ക് വഴങ്ങുമെന്ന് കരുതുന്നു. തുടർന്ന് എന്തുണ്ടായി എന്ന് കാണാം. നന്ദിനിയുടെ ഭർത്താവ് മനോഹറിന്റെ വീട്ടിലെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. മനോഹറിന്റെ അച്ഛൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ നന്ദിനിയുടെ അച്ഛൻ അഞ്ജയ വരുന്നു. ഇതെപ്പോൾ സംഭവിച്ചു? എന്താണ് ഉണ്ടായത്? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഞങ്ങളുടെ മകന്റെ മരണത്തിനു കാരണം നിങ്ങളുടെ മകളാണോ അതോ ഞങ്ങളാണോ എന്നൊന്നും എനിക്കറിയില്ല. അതല്ല, മരുമോൻ നല്ല ആരോഗ്യത്തോടെ ഇരുന്നതല്ലേ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞിട്ട് എന്ത് കാര്യം? എൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തേണ്ട അവൻ്റെ ചിതയ്ക്ക് ഞാൻ തീ കൊളുത്താൻ പോകുന്നു. ഇതിലും വലിയ ഗതികേട് എന്ത് വരാനാണ്? ഇങ്ങനെ പറഞ്ഞ് മനോഹറിന്റെ അച്ഛൻ കൊച്ചുകുട്ടികളെ പോലെ കരയുന്നു. അഞ്ജയ അദ്ദേഹത്തെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്ന് മനസ്സിലാവാതെ നിൽക്കുന്നു. കരഞ്ഞോളൂ, മനസ്സിലെ വേദനകളെല്ലാം പോകട്ടെ. നമ്മൾ ജീവിച്ചിരിക്കെ തന്നെ നമ്മുടെ മക്കൾ മരിക്കുന്നത് കാണുന്നതിലും വലിയ വിഷമം വേറെയില്ല. മനോഹറിന്റെ അച്ഛൻ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സമയം മോർച്ചറിയിൽ കിടക്കുന്ന നന്ദിനി കണ്ണു തുറക്കുന്നു. അവൾ എഴുന്നേറ്റിരിക്കുന്നു. അവൾ ചുറ്റും നോക്കുന്നു. എങ്കിലും അവൾ എവിടെയെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. ഇതേതാ സ്ഥലം? ഞാൻ എങ്ങനെയാ ഇവിടെ വന്നത്? എന്നിങ്ങനെ കുറേ ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ വരുന്നു. സ്ട്രെച്ചറിൽ നിന്ന് ഇറങ്ങി അവൾ അടുത്തു കണ്ട വാതിൽക്കലേക്കു നടക്കുന്നു. എന്നിട്ട് വാതിൽ തട്ടുന്നു. ആരെങ്കിലും ഉണ്ടോ? വാതിൽ തുറക്കൂ, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ജീവനോടെ ഉണ്ട്. ഇങ്ങനെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൾ വാതിലിൽ തട്ടുന്നു. ഈ ശബ്ദം പുറത്തു നിൽക്കുന്ന സ്റ്റാഫ് കേൾക്കുന്നു. ഇത് കേട്ട് പേടിച്ചുപോയ അവൻ പതിയെ പതിയെ വാതിലിനടുത്തേക്ക് വരുന്നു. ആരാ? എന്റെ പേര് നന്ദിനി എന്നാണ്. വാതിൽ തുറക്കൂ, ഇവിടെ ശ്വാസം കിട്ടുന്നില്ല. സ്റ്റാഫ് പേടിച്ചു പോകുന്നു. അവൻ പെട്ടെന്ന് തന്നെ അവന്റെ ഫോൺ എടുത്ത് നഴ്സിനെ ഫോൺ വിളിക്കുന്നു. നന്ദിനിയുടെ കുട്ടി പാല് കുടിച്ചു കഴിഞ്ഞു. കട്ടിലിൽ കിടക്കുകയായിരുന്നു. നഴ്സിന്റെ ഫോൺ ബെല്ലടിക്കുന്നു. അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നു. നേഴ്സ്, ഇവിടെ മോർച്ചറിയിൽ നിന്ന് നന്ദിനി എന്നു പേരുള്ളൊരു സ്ത്രീ ഞാൻ ജീവനോടെയുണ്ട്, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിച്ച് വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടതും നഴ്സ് പെട്ടെന്ന് തന്നെ കൊച്ചിനെ ഉറക്കിയിട്ട് മോർച്ചറിയിലേക്ക് പോകുന്നു. പേടിച്ചു നിൽക്കുന്ന സ്റ്റാഫിന്റെ അടുത്ത് നഴ്സ് എത്തുന്നു. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ട് നഴ്സും പേടിച്ചു പോകുന്നു. സഹോദരാ, ദയവായി എന്നെ ഇവിടുന്ന് രക്ഷിക്കൂ. ആരാണ് നീ? എന്റെ പേര് നന്ദിനി എന്നാണ്. ഞാൻ മരിച്ചിട്ടില്ല. മരിച്ചുപോയെന്ന് കരുതി എന്നെ ഇതിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ മരിച്ചിട്ടില്ല. എന്നെ പുറത്തിറങ്ങാൻ അനുവദിക്കൂ. ഇത് കേട്ട നഴ്സ് സ്റ്റാഫിനോട് വാതിൽ തുറക്കാൻ പറയുന്നു. അയാൾ വാതിൽ തുറക്കുന്നു. അപ്പോൾ നന്ദിനി റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. നന്ദിനിയും നഴ്സും പരസ്പരം തിരിച്ചറിയുന്നു. നന്ദിനി, നീ മരിച്ചില്ലായിരുന്നോ? ഇല്ല, ഇല്ല നഴ്സ്. എന്റെ കുട്ടി എവിടെയാണ്? പറയൂ, എന്റെ കുട്ടി എവിടെയാണ്? കുട്ടി താഴെയുള്ള റൂമിലുണ്ട്. പാല് കുടിച്ച് ഉറങ്ങുകയാണ്. എനിക്ക് അവനെ ഒന്ന് കാണണം. അവർ അവിടെ നിന്നും താഴത്തെ മുറിയിലുള്ള കുട്ടിയുടെ അടുത്തേക്ക് വരുന്നു. കട്ടിലിൽ കിടന്നുറങ്ങുന്ന കുട്ടിയെ കണ്ട് നന്ദിനി വളരെ സന്തോഷിക്കുന്നു. ഡോക്ടർ നന്ദിനിയുടെ അടുത്തേക്ക് വരുന്നു. ഡോക്ടർ അവളുടെ പൾസ് ചെക്ക് ചെയ്യുന്നു. അവൾ നോർമൽ ആണെന്നറിഞ്ഞ് ഡോക്ടർ ഞെട്ടിപ്പോകുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? കുട്ടിയുണ്ടായ ഉടനെ തന്നെ നന്ദിനി മരിച്ചിരുന്നു. നിന്റെ ബോധം മറഞ്ഞു, ഹൃദയമിടിപ്പുമില്ലായിരുന്നു. അതിനാൽ ഞാൻ നന്നായി പരിശോധിച്ച ശേഷമാണ് നിന്നെ മോർച്ചറിയിലാക്കിയത്. പക്ഷേ ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊരു മെഡിക്കൽ മിറാക്കിൾ തന്നെയാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇത് ഈശ്വരന്റെ കൃപയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. നിനക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് നിന്റെ കുട്ടിയുടെ ഭാഗ്യമാണ്. ആ സമയം നഴ്സിനൊരു കോൾ വരുന്നു. നമ്പർ കണ്ടപ്പോൾ ഒരു പരിചയം തോന്നിയതുകൊണ്ട് അവൾ ആ കോൾ എടുക്കുന്നു.
ഹലോ, പറയൂ. അത് മനോഹറിന്റെ അച്ഛനായിരുന്നു. ഹലോ, ആരാണ്? ഞാൻ മനോഹറിൻ്റെ അച്ഛനാണ്. മനോഹറിന്റെ അച്ഛൻ? അവരുടെ സംസാരം കേട്ടപ്പോൾ നന്ദിനി ഫോൺ വാങ്ങി സംസാരിക്കുന്നു. ഹലോ, അമ്മായിയച്ഛ, ഞാൻ നന്ദിനിയാണ്. മോളെ നന്ദിനി, നീ എവിടെയാണ്? ഇവിടെ നിന്റെ ഭർത്താവ് മനോഹർ മരിച്ചുപോയി. ഇത് കേട്ടതും അവൾ ഷോക്കായി എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. കുറെ നാൾ കൂടി തന്റെ ഭർത്താവിന്റെ വീട്ടുകാരോട് സംസാരിച്ചതുകൊണ്ടും തന്റെ ഭർത്താവിന്റെ മരണവാർത്ത അറിഞ്ഞതുകൊണ്ടും അവൾക്ക് തല കറങ്ങുന്നതുപോലെ തോന്നി. മോളെ, നീ എവിടെയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും നീ പെട്ടെന്നു തന്നെ വീട്ടിലേക്ക് വാ. മനോഹർ മരിച്ചുപോയി. അവസാനമായി നീ അവൻ്റെ മുഖമൊന്ന് കാണ്. ഇങ്ങനെ പറഞ്ഞ് മനോഹറിന്റെ അച്ഛൻ ഫോൺ കട്ട് ചെയ്യുന്നു. അടുത്തുനിന്ന് അഞ്ജയ ഫോണിൽ ആരായിരുന്നു എന്ന് ചോദിക്കുന്നു. നന്ദിനിയായിരുന്നു. ഞാൻ മനോഹറിൻ്റെ കാര്യം അവളോട് പറഞ്ഞു. അവൾ ഉറപ്പായും വരും. അവൾ വന്ന ശേഷം മാത്രമേ നമ്മൾ ഇവനെ അടക്കം ചെയ്യുന്നുള്ളൂ. അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾ വരുന്നു. ഇനി എന്തു ചെയ്യണമെന്ന് ആലോചിക്കൂ. എല്ലാവരും പറയുന്നത് ഈ അവസ്ഥയിൽ ഇങ്ങനെ ബോഡി സൂക്ഷിക്കുന്നത് ശരിയല്ല എന്നാണ്. എൻ്റെ മരുമകൾ വരുന്നുണ്ട്. അവൾ വന്ന ഉടനെ തന്നെ അന്ത്യക്രിയകൾ തുടങ്ങാം. അവൾ വലിയ ദൂരത്തിലല്ല. അവൾ തൻ്റെ ഭർത്താവിൻ്റെ മുഖം അവസാനമായൊന്ന് കണ്ടോട്ടെ. ഇത് കേട്ടതും അയാൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം നന്ദിനി തന്റെ കുട്ടിയുമായി കരഞ്ഞുകൊണ്ട് മനോഹരന്റെ വീട്ടിലേക്ക് ഓടുന്നു. കുട്ടിയുടെ അവസ്ഥ ഓർത്ത് നേഴ്സ് വിഷമിക്കുന്നു. 1-2 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും നന്ദിനി എത്താത്തതിനാൽ അവൾ വരില്ല എന്ന് കരുതി അവിടെയുള്ള പ്രായമുള്ളവർ മനോഹരന്റെ അച്ഛനോട് എത്രയും പെട്ടെന്ന് ശവദാഹം നടത്താൻ പറയുന്നു. അങ്ങനെ അവർ ശരീരം ചിതയ്ക്ക് മുകളിൽ വയ്ക്കുന്നു. ഈ സമയം നന്ദിനി കുട്ടിയെയുമായി അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നു. വിറകുകൾക്ക് മുകളിൽ കിടക്കുന്ന തന്റെ ഭർത്താവിനെ കണ്ട് അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. നോക്കൂ, നമ്മുടെ കുട്ടി എന്നെ ഇങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നത് ന്യായമാണോ? ജീവിതകാലം മുഴുവൻ ഞാൻ മോശക്കാരി എന്ന് മുദ്ര കുത്തപ്പെട്ട് ജീവിക്കേണ്ടി വരും. നിങ്ങളോട് വന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറയണമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ വിട്ടുപോയി. ഇനി ഞാൻ ആരോട് ഈ സത്യം പറയും? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ആരെ ബോധിപ്പിക്കും? പറ, ഞാൻ ആരെ ബോധിപ്പിക്കും? എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പോഴെന്തിനാ നിനക്ക് സ്നേഹമുണ്ടെന്ന് കാണിക്കാൻ ഈ നാടകം? നീ പഞ്ചപാവമാണെന്ന് കാണിക്കാനാണോ ഈ അടവ്? നീയാണ് അവന്റെ മരണത്തിന്റെ കാരണം. ദിവസവും അവൻ നിന്നെ ഓർത്തു കരഞ്ഞിരുന്നു. ഇങ്ങനെ പറഞ്ഞു അമ്മായിയമ്മ ഡെഡ് ബോഡിക്ക് അടുത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. നന്ദിനിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവളെ അവിടെ നിന്നും വലിച്ചു കൊണ്ടുപോകുന്നു. അമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. അവസാനമായി അദ്ദേഹത്തെ ഒന്ന് കാണാൻ എന്നെ അനുവദിക്കൂ. ഞാൻ അമ്മയുടെ കാല് പിടിക്കാം. ദയവ് ചെയ്ത് എന്നെ അനുവദിക്കൂ. ഇങ്ങനെ പറഞ്ഞ് നന്ദിനി കരയാൻ തുടങ്ങി. അമ്മായിയമ്മയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവർ അവളുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. നോക്ക്, നീ ഇനി ഇവിടെ നിന്നാൽ അവന്റെ ആത്മാവിന് മോക്ഷം കിട്ടില്ല. അവന്റെ ആത്മാവ് ഇതിലെ അലയാൻ തുടങ്ങും. മരണശേഷവും നീ അവന് മനസ്സമാധാനം കൊടുക്കില്ലേ? അപ്പോൾ അങ്ങോട്ടേക്ക് മനോഹരന്റെ അച്ഛൻ വരുന്നു. അദ്ദേഹം തന്റെ ഭാര്യയോട് ദേഷ്യപ്പെടുന്നു. ഈ സമയം നന്ദിനി കൊച്ചിനെയും എടുത്തുകൊണ്ട് മനോഹരനെ വെച്ചിരിക്കുന്ന വിറകുകെട്ടുകളുടെ മുകളിൽ ഇരിക്കുന്നു. മടിയിൽ കുട്ടിയെയുമായി തന്റെ ഭർത്താവിന്റെ അടുത്തിരിക്കുകയാണ് അവൾ. ഇങ്ങനെ ചെയ്ത നന്ദിനിയെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുന്നു. അപ്പോൾ നന്ദിനി തന്റെ 2 കൈയും കൂപ്പി എല്ലാവരോടുമായി ഇങ്ങനെ പറയുന്നു. ദയവ് ചെയ്ത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞങ്ങളെയും കൂടി ദഹിപ്പിക്കാമോ? അദ്ദേഹമില്ലാത്ത ഈ ലോകത്ത് ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല. ഞാൻ തെറ്റുകാരിയല്ല എന്നാരുടെ മുന്നിലും തെളിയിക്കാൻ ആഗ്രഹിച്ചിരുന്നോ അദ്ദേഹം ഇന്നില്ല. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? അപ്പോൾ അവിടെ കൂടി നിന്നവർക്ക് അവൾ എന്താണ് പറയുന്നത് എന്നോ ഇതെന്തിനാണ് പറയുന്നതെന്നോ ഒന്നും മനസ്സിലാകുന്നില്ല. എല്ലാവരും അത്ഭുതപ്പെട്ടു നിൽക്കുന്നു. പുരാണങ്ങളിൽ സതി എന്ന ആചാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ നന്ദിനി തന്റെ ഭർത്താവിന്റെ കൂടെ മരിക്കാൻ തയ്യാറായി ചിതയുടെ മുകളിൽ ഇരിക്കുകയാണ്. ഗ്രാമത്തിലെയും കുടുംബത്തിലെയും കാരണവന്മാർ എന്ത് തീരുമാനമെടുക്കും? ഇത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.